നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു പ്രാവശ്യം കൂടി നിങ്ങളോടൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം എനിക്ക് നൽകിയ ഭാഗ്യപദവിയെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. ചില ദിവസങ്ങളായി ചില സഹോദരങ്ങൾ എന്നോട് അറിയിക്കുന്ന ഈ തലമുറകളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് ചില ചോദ്യങ്ങളും ചില സംശയങ്ങളും പല സഹോദരങ്ങൾ, പല സ്നേഹിതർ എനിക്ക് വീഡിയോ അയച്ചു തന്ന് എൻ്റെ മെസ്സേജിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുകയൊക്കെ ചെയ്ത് ഒത്തിരി പേരുണ്ട്. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു മെസ്സേജ് നൽകണമെന്ന് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറകൾ ഇവണ്ണം ചിന്തിക്കുകയും ഇതുപോലെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്? വിശേഷാൽ വിശ്വാസികളുടെ ഇടയിലുള്ള തലമുറകൾ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അതിൽ പൗലോസ് എഴുതിയിരിക്കുന്ന വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. വിശേഷാൽ കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം നാം കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ വിശ്വാസം കൃപാവരങ്ങളിൽപ്പെട്ടവരാണ്. എല്ലാവർക്കും വിശ്വാസമില്ല. ആരെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം എന്നാർക്കും അറിയത്തില്ല. ഏകസത്യദൈവമായ പിതാവായ ദൈവത്തെയും അവനെ അയച്ച പുത്രനായ യേശുക്രിസ്തുവിനെയും വിശ്വസിക്കണം. എന്നാലും നാം സമൂഹത്തിൽ കാണുന്ന ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരിൽ പോലും ഉണ്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ഉള്ളവരെന്ന് പറയുന്നവർ പോലും കർത്താവിനെ വിശ്വാസമില്ല. യേശുവിൻ്റെ വചനം കേട്ട് അവനിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവനുള്ളത്. ആരെ വിശ്വസിക്കണമെന്ന് പോലും ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. ഒരു കാലഘട്ടത്തിൽ ആശാര്യോപദേശി, കുഞ്ഞു ഉപദേശിമാരെ പോലെയുള്ള ഉപദേശിമാർ സുവിശേഷം